പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന നഴ്സസ് ടൈമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1 പത്രോസ് 1 അധ്യായം 7 വാക്യം ഇപ്രകാരം പറയുന്നു: അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഈ വചനം മാംസം ധരിച്ച UAE അജ്മ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള റോജോ ജീസ ദമ്പതികളെ നമുക്കിന്ന് പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റോജോ തോമസ്. ഞാൻ നാട്ടിൽ തട്ട സെന്റ് ആന്റണീസ് മലങ്കര കാതലിക് ചർച്ച് ഇടവാംഗമാണ്. UAE അജ്മാലിലാണ് ഞാനും ഫാമിലിയും താമസിക്കുന്നത്. ഇതെന്റെ വൈഫ് ജീസ. ഞാൻ ഷാർജയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്, ഇസബൽ, എമിലിയ. റോജോയുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചൊന്ന് പറയാമോ? പ്രാർത്ഥനാ ജീവിതത്തിന്റെ അടിസ്ഥാനം കുടുംബത്തിൽ നിന്നാണ്. ചെറുപ്പകാലം തൊട്ട് ദേവാലയത്തിൽ പോയി അൾത്താരി ശുശ്രൂഷ ചെയ്തതും പിന്നെ കുടുംബ പ്രാർത്ഥന, ജപമാല ഇതെല്ലാം തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതെല്ലാം ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ UAE എത്തിയ ശേഷം പിന്നെ ദേവാലയത്തിൽ പോകാൻ ആദ്യ കാലഘട്ടങ്ങളിൽ സാധിച്ചിരുന്നില്ല. അപ്പോൾ കൂടുതലും ജപമാല, സന്ധ്യപ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ ഇതിലൊക്കെയായിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പേഴ്സണൽ പ്രെയർ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ് പേഴ്സണൽ പ്രെയർ. അപ്പം അത് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഈശോയിലോട്ട് കൂടുതൽ അടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. റോജ പറഞ്ഞല്ലോ, പേഴ്സണൽ പ്രെയറിലൂടെ ഈശോയായിട്ട് ഒത്തിരി അടുക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും ഈശോയോട് സംസാരിക്കാൻ പറ്റുന്നുള്ളത് അത് ഒത്തിരി സഹായിച്ചിട്ടുണ്ടല്ലോ ജീവിതത്തിൽ. അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം പല സാധനങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ പേഴ്സണൽ പ്രെയറിലൂടെ ഈശോയോട് കൂടുതൽ അടുക്കുവാനും അതിലെല്ലാം നമുക്ക് ഒരു ധൈര്യം ലഭിക്കാനും ഒക്കെ ഒത്തിരി പേഴ്സണൽ പ്രെയർ സഹായിച്ചിട്ടുണ്ട്. ഇനി ജീസയുടെ പ്രാർത്ഥന ചെയ്ത് എങ്ങനെയായിരുന്നു? അച്ഛൻ പറഞ്ഞ പോലെ തന്നെ മാതാപിതാക്കളിൽ നിന്നും പള്ളിയിൽ നിന്നുമായിരുന്നു പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാനം ലഭിച്ചത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു ക്രിസ്ത്യൻ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൽ പ്രവർത്തികളും ഞങ്ങളുടെ ശുശ്രൂഷകളും ഒക്കെ പള്ളിയോടും പ്രാർത്ഥനയോടും കൂടുതൽ അടുത്ത് നിൽക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നഴ്സിംഗ് കാലഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്നു. അത് മാത്രമല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് മനസ്സിൽ തോന്നി. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം മനസ്സിലിങ്ങനെ ഒരു തോന്നൽ തോന്നി, ഒരു പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും എന്ന്. അങ്ങനെ എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു. ആളും പ്രാർത്ഥനയായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. നമുക്കൊരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്താലോ? അങ്ങനെ ആളൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ 2-3 ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മ നഴ്സിംഗ് ജോലി കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു ധ്യാന ഗുരുവിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിങ്ങനെ ചോദിച്ചു, എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. അപ്പം അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ തുടങ്ങിക്കോ, ദൈവം ബാക്കി നോക്കിക്കോളൂ. അപ്പം ഞാൻ ആഗ്രഹിച്ചത് എന്തെങ്കിലും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങളങ്ങ് തുടങ്ങി. അതിൽ അങ്ങനെ ആ പ്രാർത്ഥനാ കൂട്ടായ്മ അവസാനം എത്തിച്ചേർന്നത് മുംബൈയിലെ ഏറ്റവും വലിയ ജീസസ് യൂത്തിലോട്ടായിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞ കാര്യം, നീ തുടങ്ങിക്കൊടുത്താൽ മതി, ഈശോ ബാക്കി നോക്കിക്കോളൂ എന്ന് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ അങ്ങ് നിറവേറിയല്ലേ? അതെ, അങ്ങനെ തന്നെയായിരുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ ഈശോയുമായ ഒരു പേഴ്സണൽ എൻകൗണ്ടർ അത് ജീസയുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ സഹനങ്ങളെ ഞാൻ കൂടുതൽ ദൈവത്തോട് അടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് എൻ്റെ പ്രഗ്നൻസി കാലഘട്ടങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ അത് ഒരു ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാക്കി തീർക്കാമെന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ UAE വരുന്നതിന് മുമ്പ് ഒരു കംപ്ലീറ്റ് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സിസ്റ്റ് ഉള്ളതായിട്ട് കണ്ടു. അതെന്നെ വളരെയേറെ വിഷമിപ്പിച്ചു. ആ സമയം എൻ്റെ മനസ്സിൽ വന്നത് ഒത്തിരി മക്കളില്ലാത്തവരെ കുറിച്ചിട്ട് ഉള്ള ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ബൈബിള് തുറന്ന് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു:
നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്നും രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ആമേൻ. പുറപ്പാട് 23, 24, 25 വാക്യങ്ങൾ. ഇതെന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി. അപ്പൊ എൻ്റെ മനസ്സിൽ വന്നൊരു ബോധ്യം ഇതായിരുന്നു, ഇന്നല്ലേ നാളെ എനിക്കും ദൈവദാനം ലഭിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ UAE-ലെത്തി. ഞാൻ പ്രഗ്നൻ്റ് ആയി. ആ പ്രഗ്നൻസി കാലഘട്ടം ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിന് എങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ കൊണ്ടുപോയത്. അതിൽ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് നോർമൽ ഡെലിവറി വേണം. അത് എൻ്റെ ആഗ്രഹം ഇതായിരുന്നു. ആ വേദന മുഴുവനും എനിക്ക് സഹിക്കണം. ആ വേദനയെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കൊടുത്ത് എത്രയും ആത്മാക്കളെ ആ ഒരു സമയം കൊണ്ട് എനിക്ക് നേടാൻ പറ്റുമോ അത് നേടണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്ന വചനം ഇതായിരുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ, ഏഷ്യ 66:9. അത് ഞാൻ എൻ്റെ വാൾപേപ്പർ ആക്കി തന്നെ ഇട്ടിരുന്നു. കാരണം ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മൊബൈൽ സ്ക്രീൻ ഓൺ ആക്കുന്ന സമയത്ത് ഈ വചനമാണല്ലോ കാണുന്നത്. അങ്ങനെ അതിന് ദൈവം എനിക്ക് തന്ന അനുഗ്രഹം ഇങ്ങനെയായിരുന്നു. ഞാൻ 4 മണിക്കൂർ എടുത്തില്ല എൻ്റെ ഫസ്റ്റ് കുഞ്ഞിനെ ഡെലിവർ ആവാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ഞാൻ ചെയ്ത ഒരു കാര്യം ഇതായിരുന്നു. അതിന് കാരണം ശാലോം ചാനലിൽ വിശുദ്ധവീതി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ കൂടുതലും പ്രഗ്നൻസി, ദാമ്പത്യ ജീവിതം അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒരു ചേച്ചി ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി ഡെലിവറിക്ക് പോയപ്പോൾ മാതാവിനെയും വിശുദ്ധരെയും കൂടെ കൊണ്ടുപോയി, നമ്മുടെ റിലേറ്റീവ്സിനെ കൊണ്ടുപോകുന്നതിൻ്റെ തൊട്ട് അവരെയും വിളിച്ചുകൊണ്ടാണ് പോയതെന്ന്. അപ്പൊ അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഞാൻ അത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില വിശുദ്ധരുടെ ലോക്കറ്റ്സ്, ജപമാല അങ്ങനെ ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയി 4 വിശുദ്ധരുടെ ആയിരുന്നു. ജോൺ പോൾ II, മദർ തെരേസ, പാതിരൊപ്പിയോ, അൽഫോൺസാമ്മ. അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. എൻ്റെ ഡെലിവറി ടൈം അടുത്തു. അപ്പം 4 നഴ്സിംഗ് സ്റ്റുഡൻസ് അവിടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവര് എന്നെ എൻ്റെ വേദനയുടെ സമയങ്ങളിൽ എനിക്ക് കാല് തിരുമ്മി തന്ന്, കൈ തിരുമ്മി തന്ന് എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച് അവിടെ അങ്ങനെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് തന്നിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ബോധ്യം ഉണ്ടായത്. ഈ സെക്കൻഡ് പ്രഗ്നൻസിയുടെ ഒരു അവസാനമാക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ 4 വിശുദ്ധരുടെ തിരുശേഷിപ്പാണല്ലോ കൊണ്ടുപോയത്. അപ്പം അവിടെ വന്ന നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ എണ്ണവും 4ആണ്. അപ്പൊ അവരെന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ എന്റെ മനസ്സിലൊരു ചോദ്യം വന്നു, ഇത് UAE-ൽ എങ്ങനെ? രണ്ടാമത്തെ പ്രഗ്നൻസി ഡെലിവറി UAE-ലായിരുന്നു അല്ലേ? രണ്ടാമത്തെ ഡെലിവറി UAE-ലായിരുന്നു. അപ്പം എന്നാലും നോക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് 3 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ് കിട്ടിയത്. പാതിരൊപ്പിയോ, ഫൗസ്റ്റീനാമ്മ, മദർ തെരേസ. അപ്പം അതുകൊണ്ട് ഞാൻ പോയി. ദൈവം അവിടെ വലിയൊരു അത്ഭുതമായിരുന്നു എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത്. ഞാൻ 3 പേരുടെ തിരുശേഷിപ്പുകളും കൊണ്ട് പോയി. അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്ത 3 പേര് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാതെ അവിടെ തന്നെ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചില കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അവിടെ ദൈവം അവർക്ക് 3 പേർക്കും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ജിസ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്? എനിക്ക് പ്രഗ്നൻസി കണ്ടിന്യൂസ് നോർമൽ ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ വേദന സമർപ്പിച്ചത്. പക്ഷെ ഇപ്രാവശ്യം ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. 1 മണിക്കൂറും കൊണ്ട് ഞാൻ പ്രസവിച്ചത്. അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് കൂടി. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. അവിടുന്ന് എനിക്ക് ബ്ലഡൊക്കെ കയറ്റുന്നു. അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് റിക്കവറി ഒബ്സർവേഷൻ വന്നു. അവരെല്ലാം ഓക്കെ ആയി എന്നുള്ള രീതിയിലാണ് ഒബ്സർവേഷനിൽ വന്നത്. പക്ഷെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെയും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ റീസ്യൂച്ചറിന് വേണ്ടി എന്നെ എടുത്തു. എല്ലാം പഴയ പോലെ തന്നെ കംപ്ലീറ്റ് ഒരു ഡെലിവറി എങ്ങനെയാണോ ആ ഒരു സെറ്റപ്പിൽ റീസ്യൂച്ചറിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ സ്ട്യൂച്ചർ മുഴുവനും റിമൂവ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പച്ചയ്ക്ക് പിന്നെയും ഒന്നും കൂടെ കുത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് ആ ഒരു വേദന ഞാൻ കടന്നുപോയത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അതുപോലെ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് തുടങ്ങിയ ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഡോക്ടറിന്റെ വലതും ഇടതുമായിട്ട് മാതാവും യേശുവും എന്നിങ്ങനെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന പോലെ എനിക്ക് കണ്ടു.
അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നത് ഈശോയുടെ കയ്യിൽ ആണി തറച്ച് കയറ്റുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ പിന്നെ എൻ്റെ മനസ്സിൽ വന്നു, ഈശോയുടെ കയ്യിൽ അത്രയും വലിയൊരു ആണി ആണ് തറച്ചു കയറ്റുന്നത്, എന്നെ സ്യൂച്ചർ ചെയ്യുന്ന ഒരു കുഞ്ഞു നീഡിൽ വെച്ചിട്ട്. അപ്പൊ ഞാൻ ഈ വേദന അനുഭവിക്കുന്നതും അന്ന് ഈശോ അനുഭവിച്ച വേദനയും, അതിനെ പിന്നെ ഞാൻ അത്രയും നേരം കരഞ്ഞത് എൻ്റെ വേദന കാരണമായിരുന്നു. പിന്നെ എൻ്റെ കരച്ചിൽ മുഴുവനും എനിക്ക് ഈശോയുടെ ആ വേദനയെ കമ്പയർ ചെയ്ത് ആ ഈശോ എത്രത്തോളം വേദന സഹിച്ചു നമുക്ക് വേണ്ടി എന്നൊരു കാര്യത്തെ ഓർത്തായിരുന്നു. അപ്പം ആ ഒരു സഹനത്തിന് ഞാൻ ഇന്നും ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം. ഡോക്ടർ കോംപ്ലിക്കേഷൻസിന്റെ കാര്യമൊക്കെ റോജോനോട് സംസാരിച്ച് കാണുമല്ലോ. എങ്ങനെയായിരുന്നു റോജോന്റെ ആ സമയത്ത് ഒരു മാനസികാവസ്ഥ? ഒന്നാമതായിട്ട് ഞങ്ങള് ഈ ഡെലിവറി ഇവിടെ വേണോ നാട്ടിൽ പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പം ഞങ്ങൾ പലരോട് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ കൃത്യമായ ഒരു മറുപടി ആയിരുന്നു കിട്ടിയില്ല. കുറച്ച് പേര് ഇവിടെ വെച്ചാണ് നല്ലത്, കുറച്ച് പേര് ഏറ്റവും നല്ല നാട്ടിലാണ് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനം എടുത്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ദൈവം ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമാണ് തന്നത്. അങ്ങനെയാണ് ഇവിടെ ഡെലിവറി ആക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഡോക്ടർ ഈ വിവരം വന്ന് പറഞ്ഞപ്പം നമുക്ക് ആദ്യം ഒരു ചെറിയ ടെൻഷൻ വന്നെങ്കിലും അപ്പം വലിയൊരു ധൈര്യം അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈശോയോട് ചേർന്നെടുത്ത ഒരു തീരുമാനം ആയതുകൊണ്ട് ഈശോ കൂടെയുണ്ട്. അപ്പോൾ ഇതിൽ ടെൻഷൻ അധികം അടിക്കേണ്ട ഒരു കാര്യം അങ്ങനെ ആയിട്ട് വന്നില്ല. നമുക്ക് അവിടുന്ന് ഒരു ധൈര്യവും ഒരു പ്രത്യാശയൊക്കെ കിട്ടി ആ സമയത്ത്. അപ്പം അങ്ങനെ അതിൽ പിടിച്ചു നിന്നു. ജീസയുടെ ഈ സഹനങ്ങൾക്കും ഒക്കെ അപ്പുറം ഈശോ ജീസയ്ക്ക് വേണ്ടി മറ്റൊരു സഹനം ഒരുക്കി വെച്ചിരുന്നില്ലേ? അതെന്തായിരുന്നു? അതേസമയം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ, അതായത് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 6-7 മാസത്തിന് ശേഷം എനിക്കൊരു തലവേദന വന്നു. ഞാൻ മൈഗ്രെയിൻ പേഷ്യൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തലവേദനയുടെ ആ ഡിഫറൻസ് മനസ്സിലാവും. പക്ഷെ ഇതെന്തോ വേറെ ഒരു രീതിയിലുള്ള ഒരു തലവേദനയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനെ കാണിച്ചു, പല ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർക്ക് ആർക്കും എന്താണ് ഈ രോഗമെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ രോഗം ഒരു അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു ഇതല്ലായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി. ആ നാട്ടിൽ പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് ദൈവം തീരുമാനിച്ചു വെച്ച രീതിയിലായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ദൈവം കൊണ്ടുപോയത്. എന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം വഴിയാണ് ഒരു ഡോക്ടറിനെ ഞാൻ അറിയുന്നത്, ആ ഒരു ഡോക്ടറിനെ അറിയുന്നത്. എന്നിട്ട് ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പം അവിടെ ഒരു സിസ്റ്ററിനെ കണ്ടു. ആ സിസ്റ്ററിനോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡോക്ടറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഏറ്റവും നല്ല ഡോക്ടറാണത്. ആ സിസ്റ്റർ ഒരു നേഴ്സായിരുന്നു. അപ്പോൾ ആ ഡോക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു കൺഫർമേഷൻ ഈ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെയാണ് പോകേണ്ടതെന്നുള്ളത് അവിടെ കിട്ടി. അങ്ങനെ നാട്ടിൽ ചെന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ പോയി കണ്ടു. എൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. OPD-യിൽ വെച്ച് തന്നെ ഒരു റിപ്പോർട്ട്സും നോക്കാതെ എൻ്റെ രോഗം എന്താണെന്ന് ആ ഡോക്ടർ അവിടെ പറഞ്ഞു. രോഗം സ്പോണ്ടേനിയസ് ഇൻട്രാക്രേനിയൽ ഹൈപ്പോടെൻഷൻ, അതായത് നട്ടിലിൽ കൂടെ ഉള്ള ഒരു ഫ്ലൂയിഡ് ലീക്ക് ആവുമായിരുന്നു. ആ ലീക്ക് ആയതിൻ്റെ കാരണം കൊണ്ട് ഡ്രൈനസ് കൂടിയിട്ടാണ് എനിക്ക് ഈ തലവേദന വന്നുകൊണ്ടിരുന്നത്. എനിക്ക് പെടലിക്ക് മേലെ തല വെക്കാൻ പറ്റുന്നില്ല, നേരെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഫ്ലാറ്റ് പൊസിഷൻ ആയിരുന്നു എപ്പോഴും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട്. അതിലും എനിക്ക് നല്ല വേദനയായിരുന്നു. അങ്ങനെ എന്നെ അവിടെ ICU പോലെ ഉള്ളൊരു HDU സ്ഥലത്ത് ഡയറക്റ്റ് അഡ്മിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ചെയ്തത് ഒരു 6 മണിക്കൂർ നീണ്ടു നിന്ന് MRI ആയിരുന്നു. അപ്പം 6 മണിക്കൂർ നീണ്ടു നിന്ന് MRI പറയുമ്പോഴത്തേക്ക് അറിയാം, 1 മണിക്കൂർ തന്നെ നമുക്ക് ആ ഒരു മെഷീൻ. ഒരു മണിക്കൂർ നല്ല ഹാർഡായിട്ടുള്ള ഒരു സർഫേസിൽ ഒത്തിരി നേരം കിടക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെനിക്ക് 6 മണിക്കൂർ എടുത്താണ് ചെയ്തത്. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഇനി കിടക്കാൻ പറ്റില്ല. അങ്ങനെ സെക്കൻഡായിട്ട് 2 മണിക്കൂർ അടുത്തത് ചെയ്തു. അങ്ങനെ അവർക്കൊരു വേഗ് ഇമേജ് കിട്ടി എവിടെ നിന്നാണ് ലീക്ക് ആവുന്നത് എന്നുള്ളത്. അതിനുശേഷം CT ഗൈഡഡ് മൈലോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്തു. ആ പ്രൊസീജിയറിലൂടെയാണ് എക്സാക്ട്ലി എവിടെ നിന്നാണ് ഈ ലീക്ക് ഉണ്ടാവുന്നതെന്ന് അവർ കണ്ടുപിടിച്ചത്. ഈ രോഗത്തിൻ്റെ മുഴുവനും പറഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു പ്രൊസീജിയർ ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വേദന സഹിച്ചത്. ഈ CT എടുത്ത ആ ഒരു പ്രൊസീജിയർ ആയിരുന്നു ഞാൻ ആ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിരുന്നത്. എന്നെ ആ CT ബെഡിൽ കമത്തിയായിരുന്നു കിടത്തിയിരുന്നത്. അപ്പോൾ എനിക്ക് ഈ നടുവിൻ്റെ ഭാഗം, താടി ഇങ്ങനെ താത്തി വെച്ചിരിക്കുന്നത്, ഇതെല്ലാം എന്നെ ഒത്തിരിയായിട്ട് ഇറിറ്റേറ്റ് ആക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് CT ഇമേജ് എടുക്കുന്ന സമയത്ത് ഈ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം വെളിയിൽ പോകും. അപ്പോൾ ഒരു വല്ലാത്ത ഒറ്റപ്പെടൽ ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞൊരു സമയത്ത് അവർ കയറി വന്നപ്പം ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചേച്ചിയോട് ഒരു പാട്ടിട്ട് തരുമോ എന്ന് ചോദിച്ചു. ചേച്ചി ഇട്ട പാട്ട് ഞാൻ
ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ എൻ്റെ ആ അവസ്ഥ, ആ സഹനം, അതിനെ റിലേറ്റ് ആയിട്ട് ഉള്ള ഒരു പാട്ടായിരുന്നു ആ പാട്ട്. അതെന്നെ ഒത്തിരി ആ ഒരു അവസ്ഥയിൽ ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് ഞാൻ എൻ്റെ ആ വേദന മുഴുവൻ പറ്റുന്നിടത്തോളം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചായിരുന്നു. അതിനുശേഷം ഇതെല്ലാം എൻ്റെ ആ ഒരു രോഗാവസ്ഥയെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രൊസീജിയറാണ്. ഈ രോഗത്തിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് ബ്ലഡ് പാച്ച് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ആയിരുന്നു. അതായത് എൻ്റെ തന്നെ ബ്ലഡ് എടുത്ത് നട്ടിലിൽ കൂടെ ഇൻജെക്ട് ചെയ്യുക. അപ്പം ഇത് ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതുപോലെ ഇതിൻ്റെ സക്സസ് റേറ്റ് 60% to 70% ആണെന്ന്. അപ്പം എൻ്റെ വായിൽ പെട്ടെന്ന് വന്നത് ഇതായിരുന്നു, 200% ഇത് സക്സസ് ആയിരിക്കും. അതൊരു വലിയ ഡോക്ടറിൻ്റെ അടുത്താണ് ഞാനത് പറഞ്ഞത്. അതിൻ്റെ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് നൈറ്റ് വിജിലൊക്കെ ചൊല്ലിയും അങ്ങനെ ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ഡോക്ടേഴ്സും ഒത്തിരി പേരും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ അവര് എൻ്റെ കയ്യിലൊരു ലൈനിട്ട് ആ ലൈനിൽ നിന്ന് ബ്ലഡ് എടുത്ത് നട്ടലിന് കുത്തിവെക്കാമെന്നായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടർ ഒരു 2-3 തവണ കുത്തി, കിട്ടിയില്ല. അങ്ങനെ അതങ്ങനെ ട്രൈ ചെയ്ത് ടോട്ടൽ എനിക്ക് അറൗണ്ട് ഒരു 10 തവണ കാണും. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എണ്ണാൻ പറ്റിയില്ല. ഞാൻ നല്ല പെയിൻ ടോളറൻസ് ഉള്ള കൂട്ടത്തില്ല. പക്ഷേ എങ്കിൽ ഒരു 2-3 എണ്ണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ടോളറൻസ് ഒക്കെ പോയി, വേദന അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പം അവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു, യേശുവിൻ്റെ ഡോക്ടറിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നോക്കിയിട്ട് ചോദിച്ചു, പോരെ ഇനി വേണമെന്ന്. ആ ഒരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവരാ ബ്ലഡ് എടുത്ത് പിന്നെ അറ്റ് ലാസ്റ്റ് ഒരു ലൈൻ കിട്ടി. പിന്നെ അതിൽ നിന്ന് ബ്ലഡ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് ഈ നട്ടിലിൽ കൂടെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, നല്ല വേദന ഉണ്ടായിരിക്കും, അപ്പം ഏറ്റവും പീക്കിൽ വരുന്ന സമയത്തെ നിർത്താൻ പറയാവൂ. അത്രയും നേരം ഞങ്ങൾ ഇതൊരു റെസിസ്റ്റിംഗ്, ഇങ്ങോട്ട് തിരിച്ചൊരു പ്രഷർ കൊടുക്കും. ആ ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത സമയത്തെ പറയാവൂ, അപ്പോഴേ ഞങ്ങൾ നിർത്തത്തുള്ളൂ. അങ്ങനെ അവർ ബ്ലഡ് ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അറൗണ്ട് ഏറ്റവും ഒരു 27 ആ ഒരു സമയമൊക്കെ 27 ml ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചൊരു വല്ലാത്ത പ്രഷർ, നന്നായിട്ട് ഞാൻ കരയാൻ തുടങ്ങി അവിടെ കിടന്നു, പ്രഷർ വന്നിട്ട്. അങ്ങനെ പിന്നെയും അവർ ഇഞ്ചെക്ട് ചെയ്തു. അവർ ടോട്ടൽ ഇഞ്ചെക്ട് ചെയ്തത് 33 ml ആയിരുന്നു. ആ ഒരു ബോധ്യവും എനിക്ക് കഴിഞ്ഞിടയ്ക്കാണ് കിട്ടിയത്. 33 എന്ന് പറയുന്നത് ഈശോയുടെ വയസ്സാണ്. അത് ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ആ ഒരു സഹനവും ഞാൻ എൻ്റെ വേദനകൾ കൂടുതലും സമർപ്പിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ICUന്ന് വാർഡിൽ വന്നു. ആ സമയത്തൊക്കെ എനിക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ദേഹം മുഴുവനും ഭയങ്കര സ്റ്റിഫായിരുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, ഭയങ്കര വേദന. ആ ഒരു മൂവ്മെന്റിന്റെ ടൈമിൽ അത് ആ ഒരു ടൈം എന്നെ ഒത്തിരി ഒരു വല്ലാത്തൊരു ഇറിറ്റേഷനോ എന്തൊക്കെയായിരുന്നു. മറ്റേതെന്ന് പറയുമ്പോൾ ആ ഒരു വേദന, തലവേദന മാത്രമായിരുന്നു. ഇത് കംപ്ലീറ്റ് ഫുൾ ബോഡി പെയിൻ ആവാൻ തുടങ്ങി. അങ്ങനെ ജീസാക്ക് ഈശോയുടെ സഹനത്തോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചു അല്ലേ? ഉറപ്പായിട്ടും. കാരണം ഇവിടെ നഴ്സസ് മിനിസ്ട്രിയിൽ ഇവർ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈശോയുടെ എൻ്റെ ബ്ലഡ് എടുത്തിട്ട് തിരിച്ച് എന്നിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് അത് ഈശോയുടെ തിരുരക്തമായി മാറട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ആ ഒരു ഇതിനൊരു പൂർത്തീകരണമായിട്ട് ആ 33 എന്നുള്ള നമ്പർ എത്തി നിന്നു. അതൊരു വലിയൊരു അനുഗ്രഹമായി തന്നെ കാണുന്നു. ജീസ പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന കാര്യം ഇതാണ്, ഞങ്ങള് ജീസയ്ക്ക് വയ്യാതിരുന്ന സമയത്ത് ഞങ്ങൾ നഴ്സസ് മിനിസ്ട്രിയിൽ 9 ദിവസം കൃത്യമായിട്ടും 3 മണിക്ക് നൊവേന ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ്. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. നഴ്സസ് മിനിസ്ട്രി, എൻ്റെ കൂടെ പഠിച്ച കുറച്ച് കൂട്ടുകാർ, അതുപോലെ തന്നെ എൻ്റെ പള്ളി മുഴുവനും അവർ പള്ളിയിൽ നൈറ്റ് വിജിൽ ചൊല്ലി വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ ബലമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ. പിന്നീട് ഒരിക്കലും ആ തലവേദന ജീസയ്ക്ക് വന്നിട്ടില്ല അല്ലേ? പിന്നെ ആ ഒരു തലവേദന പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഈ സാധനങ്ങളൊക്കെ ദൈവം അനുവദിച്ചു തന്നത് ഞങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ
പാവങ്ങൾക്ക് പരിഹാരമായോ അല്ലെ ദൈവത്തിൻ്റെ കരം ഞങ്ങൾ ഈ പ്രകടമാകുന്നതിനോ വേണ്ടിയാവും. എങ്ങനെയായിരുന്നാലും ഞങ്ങളുടെ നോട്ടം ദൈവത്തിൽ നിന്ന് മാറാതെ ദൈവത്തിൽ വിശ്വസിച്ച് പ്രത്യാശ അർപ്പിച്ച് തന്നെ നിന്നു. അപ്പോൾ അതിന് ഫലമായി ദൈവം ഞങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവും അനുഗ്രഹവും ഒക്കെ തന്നു, ജോബിൻ്റെ ജീവിതം പോലെ. ജീസ, രോഗികൾ ഈശോ എങ്ങനെയാണ് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് അത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ 2 പേഷ്യൻസിനെ കുറിച്ചാണ്. ഞാൻ വർക്ക് ചെയ്തത് സർജിക്കൽ ഐസിയുലായിരുന്നു. അവിടെ വായുടെ ക്യാൻസർ വന്നിട്ട് അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആയിരുന്നു കൂടുതൽ വരാറുള്ളത്. അപ്പോൾ അവർക്ക് നമ്മുടെ ശുശ്രൂഷ ഒത്തിരി ആവശ്യകരമായിരുന്നു മറ്റ് പേഷ്യൻസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ അവർക്ക് ആ വായിൽ ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് അവർക്ക് തുപ്പലിറക്കാനോ തുപ്പാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അങ്ങനെ ഒന്നും ഉള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു അവർ. അപ്പോൾ ആദ്യത്തെ ദിവസം, അതായത് സർജറി കഴിഞ്ഞ ഫസ്റ്റ് ഡേയിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കെയർ വേണ്ടത്. അപ്പോൾ ഞാൻ മെയിനായിട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വരുന്ന സലൈവ മുഴുവനും തുപ്പൽ നമ്മൾ മൗത്ത് കെയർ കൊടുത്ത് എപ്പോഴും ഇങ്ങനെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇടവേളകളിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം അതെല്ലാം ഒരു സന്തോഷത്തോടു കൂടിയായിരുന്നു ഞാൻ ആ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ ഇവർക്ക് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ അത് എഴുതിയായിരുന്നു നമുക്ക് തന്നുകൊണ്ടിരുന്നത്, എന്താണ് അവരുടെ ആവശ്യം എന്ന്. അങ്ങനെ ഒരു പേഷ്യൻ്റ് ഇതുപോലെ എനിക്ക് എഴുതി തന്നു, അതുപോലെ നിന്റെ ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നിന്റെ ഈ ഒരു ക്യാരക്ടർ നിന്റെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഒത്തിരി അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. ആ പേപ്പർ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് കാണുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷം തോന്നാറുണ്ട്, മനസ്സിന്റെ ഒരു തൃപ്തി. നമ്മുടെ രോഗികളിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കാറുണ്ട്. ശരിയാണ് ജീസ പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. പേഷ്യൻ്റ് ഫസ്റ്റ് ഡേയിൽ അഡ്മിഷന് വരുന്നു എന്ന് കേട്ടപ്പം ഒട്ടും സന്തോഷമല്ലായിരുന്നു. കാരണം ആ ദിവസം എനിക്ക് 2 വേക്കൻറ്റ് ബെഡ്സ് ആയിരുന്നു. അതിലൊരു പേഷ്യൻ്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു, ഈ പേഷ്യൻ്റ് വാർഡിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പേഷ്യൻ്റ് ആ വാർഡിൽ കിടക്കുന്നത് കഴിഞ്ഞ 1 മാസം കൊണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് നമ്മൾ ഹാൻഡ് ഓവർ തരുമല്ലോ. ഇതിലെന്ത് എന്തെങ്കിലും ഒന്ന് മിസ്സാവുമോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഹാൻഡ് ഓവർ എടുത്തില്ലെങ്കിൽ ഭയങ്കര പിന്നെ അറിയാമല്ലോ നഴ്സിങ്ങിൻ്റെ എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ വന്ന സമയത്ത് പ്ലസ് ഈ അമ്മച്ചിക്ക് ഈ രോഗത്തിൻ്റെ ഒരു ഇതായിട്ട് ഇച്ചിരി മെൻ്റലി പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒരു ഷോർട്ട് പീരീഡത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു. മരുന്ന് കൊടുത്ത് അത് റിവേർട്ട് ആക്കി. അപ്പം ആ ദിവസം ഈ എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പം എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു അമ്മച്ചീനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ സ്റ്റേബിളായി. സിറോസിസ് ഓഫ് ലിവർ ആയിരുന്നു. അതിൻ്റെ ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഐസിയുലായിരുന്നു കണ്ടിന്യൂസ് കുറേ നാളത്തേക്ക്. ആ അമ്മച്ചീനെ കണ്ടിന്യൂസ് ടേക്ക് കെയർ ചെയ്തത് എൻ്റെ ഷിഫ്റ്റിൽ ഞാനായിരിക്കും. അങ്ങനെ മോഷൻ പാസ് ചെയ്യുന്നതൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ അമ്മച്ചി തിരിഞ്ഞു കിടന്ന് കരയുമായിരിക്കും. എന്നിട്ട് പറയും, നിങ്ങളെയും കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് സോറിയൊക്കെ ചോദിക്കുക. അപ്പം ഞാൻ പറയും, ഇത് ഞങ്ങളുടെ ശുശ്രൂഷയാണ്, ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മച്ചിയോട് പറയാറുണ്ട്. അങ്ങനെ അമ്മച്ചി ഒത്തിരി ഓരോ ഡ്യൂട്ടിയിലും ഇങ്ങനെ നമ്മളെ പ്രത്യാശയുടെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന ജോലിയോട് നമുക്കൊരു ഇത് തോന്നുന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നു അമ്മച്ചിയുടെ അടുത്തു നിന്ന് കേട്ടോണ്ടിരുന്നത്. ആ അമ്മച്ചി ഞാനുണ്ടായിരുന്ന ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയത്. അപ്പം ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ എപ്പം ആ അമ്മച്ചിയെക്കുറിച്ച് ഓർത്താലും ആ മുഖം മുഴുവനായിട്ട് എൻ്റെ മുന്നിൽ വരും. അതുപോലെ തന്നെ പറ്റുന്നിടത്തോളം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ആ അമ്മച്ചിക്ക് വേണ്ടി. അത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പോഴും എൻ്റെ മുന്നിൽ ആ മുഖം തെളിഞ്ഞു തന്നെ നിൽപ്പുണ്ട്. ഇതായിരുന്നു ഞാൻ എൻ്റെ നഴ്സിംഗ് കാലഘട്ടത്തിൽ മറക്കാനാവാത്ത 2 അനുഭവങ്ങൾ. ഇവരൊക്കെ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ പറ്റിയത് ഒരിക്കലും എൻ്റെ മേന്മ കൊണ്ടല്ല, ഞാൻ അറിഞ്ഞ ഈശോയെ ഇവരിൽ കണ്ട് ശുശ്രൂഷിക്കാൻ പറ്റിയത് കൊണ്ടാണ്. ദൈവത്തിന് നന്ദി. ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഓരോ സഹനങ്ങളെയും, ഈശോ അനുവദിച്ച ഓരോ സഹനങ്ങളെയും ഈശോയോട് ചേർത്ത് വെച്ച് നിങ്ങൾ ഏറ്റെടുത്തപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ഒരു അനുഗ്രഹമായി മാറി. തുടർന്നുള്ള ജീവിതത്തിലും നിങ്ങൾക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ. ആമീൻ. ദൈവം അനുവദിച്ച തങ്ങളുടെ സഹനങ്ങളെ വിശ്വാസം വഴി നേരിട്ട ഈ ദമ്പതികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും മറ്റുള്ളവരുടെ കണ്ണു തുറപ്പിക്കുന്ന സാക്ഷ്യങ്ങളാക്കാൻ നമുക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള സകല നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധിയായി തീരട്ടെ. ആമേൻ.
ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.